ന്യൂസ് 18 Q18 പ്രശാന്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 4 ചാക്കുകളിലായി 9 കോടി കുഴൽപ്പണം എത്തിച്ചുവെന്നായിരുന്നു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഏറെ രാഷ്ട്രീയ വിവാദമാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ഒരുപാട് വെളിപ്പെടുത്തലുകൾ വീണ്ടും ഓരോ ദിവസങ്ങളിലും തിരൂർ സതീഷിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഇതിന്റെ മുന്നോട്ടുള്ള ഇപ്പോഴുള്ള അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? കേൾക്കാമോ ഡാനി? കേൾക്കാമോ? ഏതായാലും കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തും. ഡാനി, തുടരാം. രഞ്ജിത്ത്, നമുക്കറിയാം ഏറെ വിവാദമായ ഒരു സംഭവമായിരുന്നു ഈ വെളിപ്പെടുത്തൽ. ഉപതെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ബി.ജെ.പിക്കകത്തും ബി.ജെ.പിക്ക് പുറത്തും രാഷ്ട്രീയ കേരളവും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്തു. വലിയ പൊട്ടിത്തെറിയായിരുന്നു ഇതിനു ശേഷം ഉണ്ടായിരുന്നതെല്ലാം തന്നെ. എന്തായാലും ആ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 164 പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് പിന്നീട് ആ മൊഴിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നാളെ വൈകിട്ടാണ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരായിട്ട് തിരൂർ സതീഷ് രഹസ്യമൊഴി നൽകേണ്ടത്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ കാലത്ത് ചാക്കുകെട്ടുകളിലായിട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പണം എത്തിച്ചു എന്നാണ് പറയുന്നത്. ഏതാണ്ട് 9 കോടിയോളം രൂപ ഇവിടെ എത്തിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ആ സമയം പിന്നീട് അവിടെ ബി.ജെ.പിയുടെ മുതിർന്ന സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരുമായിട്ട് ചില കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയെല്ലാം തന്നെ ഉണ്ടായപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പിന്നീട് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസിൽ കുറച്ചുകൂടി അതിൽ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 164 നിയമപ്രകാരം ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. അതിന് ഹാജരാകാനുള്ള നോട്ടീസ് അടക്കം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്ക് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരായിട്ട് മൊഴി രേഖപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ആ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടെ ഇനി അങ്ങോട്ട് ആ കേസ് അത് ഏത് രീതിയിലേക്ക് എന്നതെല്ലാം തന്നെയാണ് ഇന്ന് കാണുന്നത്. അതേസമയത്ത് രാഷ്ട്രീയപരമായി ചില കാരണങ്ങൾ, ചിലരുടെ സ്വാധീനം കൊണ്ട് ആണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇതിന് അടിസ്ഥാനപരമായി യാതൊരു നിലനിൽപ്പുമില്ലാത്ത കാര്യങ്ങൾ തൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും തന്നെ രാഷ്ട്രീയ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും പറയുന്നു എന്നുള്ളൊരു മറു ആരോപണവും എല്ലാം തന്നെ ബലപ്പെട്ടു വരുന്നു. എന്തായാലും കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ ഈ 164 പ്രകാരമുള്ള മൊഴി അത് വളരെ നിർണായകം തന്നെയാണ്. അത് രേഖപ്പെടുത്താനുള്ള നോട്ടീസാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നാളെയാണ് അത് കോടതിയിൽ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് കോടതിയിൽ ഹാജരായി തിരൂർ സതീഷ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ആ മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാകും. അതാണ് സാഹചര്യം. ഏതായാലും ബി.ജെ.പിയെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ വിവാദമാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. പുതിയ വശങ്ങളിലേക്ക് ഈ അന്വേഷണം കടക്കുകയും ചെയ്യും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും.